സീതാസ്വയംവരം. രാമലക്ഷ്മണന്മാരോടൊത്ത് മഹാമുനി ഗൗതമ മുനി തന്നുടജത്തിൽ നിന്നും മിഥിലാപുരിയിലേക്ക് എത്തിയ നേരം ജനക മഹീപതിയെതിരേറ്റുമോദാൽ ദശരഥ തനയരെ കണ്ട സന്തോഷത്താൽ സജീവനോടുര ചെയ്ത് ചാപം വരുത്തി ശിതികണ്ഠ ചാപത്തെ വന്നിച്ച രാമൻ ഝടിതിയിലെടുത്ത് കുലച്ചു മുറിച്ചു. ജനകരാജേന്ദ്രനും മന്ത്രിപ്രവരരും പ്രജകളുമെല്ലാം ഹർഷം പൂണ്ടപ്പോൾ ശിഖി പോലെ നൃത്തം ചവിട്ടി രാജാങ്കണേ ലലനാമണികളും തോഷം പൂണ്ടു. ക്ഷിതിസുത തന്നെ പരിണയദൂതുമായി ദശരഥൻ തൻ ചാരേ ക്ഷണപത്രമേകാൻ തൽക്ഷണം തന്നെ പുറപ്പെട്ടു മിഥിലാരാജൻ തൻ സേനകൾ സാകേതപുരിയിലേക്ക്. ഗുരുവായ വസിഷ്ഠനും ഭരത ശത്രുഘ്നരും മറ്റു വിഭുത ജനങ്ങളും ഗമിച്ചാനതിദ്രുതം മിഥിലാപുരി വാഴും ജനകൻ തൻ സവിധത്തിൽ മകുടമണിയാകും ഭൂസുതയെ കാണാൻ. കുലഗുരുവൊന്നിച്ച് ജനക നൃപേന്ദ്രനും വരവേറ്റു സൽക്കരിച്ചേവരെയും. ജനകൻ ദശരഥനോടിത്തമരുൾ ചെയ്തു, മമ സുതകൾക്ക് നീ എന്നും താതനാകേണം. അതു കേട്ട് ദശരഥനുര ചെയ്താനിത്തം പരിണയത്തിന് മുഹൂർത്തം ഗണിക്കേണം. ഗുരുക്കന്മാരേവരും ചേർന്നു ഗണിച്ച് വിധിച്ചു മുഹൂർത്തം യഥാക്രമം നാൽവർക്കും. ചാമീകരം പൂശി തോരണം ചാർത്തി മോഹനമാക്കിയ മണ്ഡപത്തിൽ വെച്ച് ഹേമനിറമാർന്ന കന്യകമാരെ രാമാനുമനുജരും പരിണയം ചെയ്തു. ചാമീകരം പൂശി തോരണം ചാർത്തി മോഹനമാക്കിയ മണ്ഡപത്തിൽ വെച്ച് ഹേമനിറമാർന്ന കന്യകമാരെ രാമനുമനുജരും പരിണയം ചെയ്തു. യോഗേശ്വരനാകും ദേവൻ നാരായണൻ ഭൂമി തലേ മിത്രവംശജനായി യോഗമായയായ സീതയോടൊത്തപ്പോൾ ദേവവൃന്ദങ്ങൾ സൂനവൃഷ്ടി ചെയ്തു. ജനകൻ പതിവ്രതാധർമ്മങ്ങളെല്ലാം വഴിപോലെ സുതകളോടുര ചെയ്തു വേഗം. ജനകൻ തൻ പാദത്തിൽ വീണു നമിച്ച് പതിമാർ തൻ പിമ്പേ ഗമിച്ചവർ സത്വരം. ഭാർഗവഗർവശമനം. ദശരഥപുത്രരും ദേശിക വൃന്ദവും ധർമ്മതാരങ്ങളും മറ്റു പൗരജനങ്ങളും തിരിച്ചെഴുന്നള്ളുന്ന നേരം ബഹുവിധ നിമിത്തങ്ങൾ വിരയെ സഹിച്ചവർ ചിന്തയിൽ പൂണ്ടു. വിരിഞ്ചതനയൻ വസിഷ്ഠമുനിയോട് ദശരഥൻ ചോദിച്ചാൻ വ്യഥതൻ നിദാനം. ഖേദത്തിൻ കാരണമില്ല നൃപേന്ദ്ര, കീർത്തി വർദ്ധിക്കും നിൻ തനയന് നിർണയം. വിധിസുതനിത്തം പറഞ്ഞ നേരം തന്നെ വഴിമധ്യേ കാണായി ഭാർഗവരാമനെ പരമശിവ ശിഷ്യൻ രേണുകാതനയൻ പരശുവും ബാണവുമായി നിന്നിതേ. ക്രുദ്ധനായി ഭാർഗവൻ ക്ഷത്രിയ കുലാന്തകൻ പദ്ധതി മധ്യേ തടഞ്ഞു നിന്നപ്പോൾ ബദ്ധശ്രദ്ധനായി നിന്ന് ദശരഥൻ ഭക്തി കൈകൊണ്ട് നമിച്ചു നിന്നു. ദർപ്പമൊഴിയാതെ ഭാർഗവൻ പിന്നെയും ക്ഷിപ്രമുര ചെയ്തു രാഘവനോട്, ഭവാൻ ക്ഷത്രിയനെങ്കിൽ അടരാടി നിന്റെ ശസ്ത്രവൈഭവം കാണിക്ക വേണം. പാരവശ്യം പൂണ്ട് പാർത്ഥിവൻ നിൽക്കേ ഭൃഗുരാമനെ വന്നിച്ചിട്ടോതി രഘൂത്തമൻ, വില്ല് തരാമെങ്കിൽ നിന്റെ പ്രീതിക്കായി വില്ലുകുലയ്ക്കാം ഞാൻ തെല്ലും വൈകാതെ. ഭൃഗുരാമനതു കേട്ട്
പേർത്ത സന്തോഷത്താൽ ഭൃഗുരാമനതു കേട്ടു പേർത്ത തോഷത്താൽ വിശിഖം ശ്രീരാമനായേകീട്ടോതി വിഷ്ണു തന്നംശം നിന്നിൽ ലയിപ്പിച്ച് വൈഷ്ണവ ചാപവുമേകീടുന്നു ഞാൻ. ഇത്തം ദശരഥ സുതനോടുര ചെയ്ത് ജമദഗ്നി തനയൻ വിടവാങ്ങിയ ശേഷം സ്വസ്ഥരായി ചെന്നവർ സാകേതപുരി തന്നിൽ തുഷ്ടരായവനിയെ ത്രാണനം ചെയ്താർ. അന്നേരം ഒരു ദിനം രഘുപതി രാഘവൻ തൻ പ്രിയതമ തന്നുട ചാരത്തിരിക്കവേ ദ്രുഹിണൻ തൻ തനയനാം നാരദ ദേവൻ നാരായണ ജപിച്ചാഗതനായി. രഘുപതി രാഘവൻ ഝടിതിയിൽ തന്നെ ഉത്ഥാനം ചെയ്തിട്ട് ജനകജയുമൊത്ത് അർഘ്യപാദ്യാദികൾ അർപ്പിച്ച് സാമോദം സൽക്കരിച്ചേറെ യഥായോഗ്യം നിർണയം. ഹംസവാഹന കുമാരൻ മുനിയോട് അന്നേരം രാഘവൻ ചോദിച്ചു ഭക്ര്യാ, എന്തു കാര്യത്താലാഗമിച്ചു ഭവാൻ അഞ്ജസാ പ്രതിവിധി ചെയ്തിടാം നൂനം. മതിമുഖനായി തീർന്ന മാമുനി ചൊല്ലി എൻ മനതാരിലാർത്തികൾ തീർക്ക കുമാര. ക്ഷിതിയുടെ ഭാരം കുറയ്ക്കുവാനായി ഛടിതിയിൽ നിൻ ദൗത്യം ചെയ്യുക വേണം. രാജ്യരക്ഷാർത്ഥം തവ താതൻ ദശരഥൻ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്ന നാശങ്കയിൽ ആണ്ട അങ്ങാഗതനായി ഞാൻ പൂജ്യനാം ദേവാ സത്യം ഗ്രഹിപ്പിക്ക. പൗലസ്ത്യ പൗത്രനാം പങ്ക്തിമുഖനെയും മറ്റു പൃഥ്വി വൈരികളെയുമൊക്കെ ഒടുക്കുവാൻ നിൻ പട്ടാഭിഷേകം വിഘ്നമായി തീരുമെന്നാധിയിൽ പൂണ്ട് വസിപ്പൂ ഞാൻ സാമ്പ്രതം. മാനുഷ ജന്മമെടുത്തു നീ ദശരഥ നന്ദനായി ഭൂവിൽ വന്നു പിറന്നപ്പോൾ മാനുഷവേഷത്തിൻ മായാവിമോഹത്തിൽ നിൻ സ്ഥായി ഭാവം മറന്നെന്ന് ഞാൻ ചിന്തിപ്പൂ. മാമുനി തന്നുടയാധികൾ തീർക്കാൻ ചതുരാനന സുതനോടു രാഘവനോദി, ലംഘിക്കയില്ല ഞാൻ സത്യമൊരു നാളും ചിന്ത വേണ്ട ഭവാൻ സ്വസ്ഥനായി പൂണ്ടാലും. ചിന്ത വേണ്ട ഭവാൻ സ്വസ്ഥത പൂണ്ടാലും. നാരദനതു കേട്ട് രാഗാശശി പോലെ ആകുലം കൂടാതെ വിട ചൊല്ലി വേഗം ദേവലോകം പൂകി തൻ താതൻ തൻ സവിധത്തിൽ ചെന്നുണർത്തിച്ചു രാമവചനം. ശ്രീരാമാഭിഷേകാരംഭം. അജരാജതനയനാം ദശരഥനൊരു ദിനം കമലോത്ഭവസ്തുതനാകും ദേശികനോടോതി, മമ പ്രഥമ തനയനാം രാമചന്ദ്രനെ അഭിഷേകം ചെയ്യിച്ച് നൃപനാക്കിയിടണം. മാതുലൻ തൻ ഗേഹേ മുന്നേ ഗമിച്ച് മൽത്തനയന്മാർ ഭരതനും സൗമിത്രി താനും തിരിച്ചെഴുന്നള്ളും നേരത്ത് ധന്യമുഹൂർത്തത്തിൽ സഫലമായി തീരണം മൽ അഭിലാഷങ്ങൾ. അതിനായി വേണ്ടുന്ന സംഭാരങ്ങൾ ചെയ്ത് മമ ഗേഹം ബാസുരമാക്കിടേണം. മിത്രാന്വയത്തിന്റെ മകുടമണിയായി മമ രാമചന്ദ്രൻ വിളങ്ങിടേണം. ഇത്തം ദശരഥവാക്യങ്ങൾ കേട്ട് ഉൾപ്പൂവിലാമോദം പേർത്തു പേർത്ത് ലോകേശനന്ദനൻ വസിഷ്ഠനുമന്നേരം കാര്യപുരുഷന്മാരോടിത്തമരുൾ ചെയ്തു. നാളെ പുലർകാലേ രാജീവനേത്രനാം രാമചന്ദ്രൻ അഭിഷേകം ചെയ്യുക വേണം. അതിനായി വേണ്ടുന്ന കോപ്പുകളെല്ലാം ഝടിതിയിലത്യർത്ഥം ചെയ്തിടേണം.
മലയജ പർണത്താൽ കലശമൊരുക്കി കുസുമങ്ങളേറെയും വീതിയിൽ തൂവി ലലനകളെ കൊണ്ട് താലമെടുപ്പിച്ച് രഘുരാമ വസതിയെ രാജിതമാക്കി. യുദ്ധം സജീവൻ സുമന്ത്രർ ചെയ്യിച്ച ഉത്കൃഷ്ട കാര്യങ്ങൾ കണ്ട് നൃപേന്ദ്രൻ തൃപ്തനായി തനയനെ ആനയിക്കാനായി ബദ്ധമോദേന അരുൾ ചെയ്തു രാജൻ.